എന്താ പത്തലു, ഒരു കാറിന്റെ ഹോൺ കേൾക്കുമ്പോഴത്തേക്ക് ഇത്രയും പേടിച്ചു പോയോ? മോട്ടു, നീ എവിടേക്കാ പോകുന്നേ? നിക്ക് നിക്ക്. റോഡിൽ കൂടെ നടക്കാൻ പോലും വയ്യ. നിനക്കെന്താ കണ്ണു കണ്ടുകൂടാടാ? എന്താ നീ ചെയ്തത്? നീ പറഞ്ഞത് ശരിയാ മോട്ടു. റോഡിൽ കൂടെ നടക്കുന്നത് മാത്രല്ല, ഈ ഭൂമിയിൽ താമസിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യാ. എന്തൊരു പൊല്യൂഷനാ ഇവിടെയൊക്കെ. അങ്ങോട്ട് നോക്ക്, മരത്തിന് മുകളിൽ പക്ഷികളെ എത്ര സുഖിച്ചാ ജീവിക്കുന്നതെന്ന്. അവർക്ക് എന്തൊരു സമാധാനാ. ആ, ജീവിതം ആസ്വദിക്കുന്നത് ഇതൊക്കെയാണ്. നമ്മൾ ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളും മരത്തിന്റെ മുകളിലായിരിക്കും, ഈ കിളികളെ പോലെ. വാ, നമുക്ക് ഡോക്ടർ ജഡ്കയോട് പോയി കാര്യം പറയാം. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ മുത്തേ, നീ ഈ ഭൂമി വിട്ടിട്ട് എന്തിനാ മരത്തിൽ കയറി താമസിക്കാൻ തുടങ്ങുന്നത്? എന്തെങ്കിലും ആവട്ടെ, എന്റെ ഈ ഗുളിക കഴിച്ചാൽ നിനക്ക് പക്ഷികളെ പോലെ ചിറകൊക്കെ മുളയ്ക്കുമാ. അതേ വലിയേട്ടാ, മരത്തിന് മുകളിലുള്ള കിളികളൊക്കെ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത്, എത്ര സമാധാനമാ അവരുടെ ജീവിതത്തില്. പത്തലു, നമുക്ക് ചിറക് പൊളിച്ചിരിക്കുന്നു. പൊളിച്ചേ, ഇനിയല്ലേ ജീവിതം ആസ്വദിക്കാൻ പോകുന്നത്. ബൈ ബൈ വലിയേട്ടാ, താങ്ക് യു. ഇവന് ശരിക്കും പറക്കാൻ പോലും അറിയില്ല. വാ, എന്റെ പുറകെ വാ. ഇതിനല്ലേ സ്വർഗം എന്നൊക്കെ പറയുന്നത് പത്തലു. എന്തൊരു സമാധാനമുണ്ട് ഇവിടെ. ഇത് എന്റെ സ്ഥലാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. നോക്ക്, എന്റെ മുട്ടകൾ മോഷ്ടിക്കാനായി വന്നിരിക്കുന്നു. രക്ഷിക്കണേ. വേണ്ട വേണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട. ഞങ്ങള് പോയിക്കോളാം. ഇത് ഞങ്ങളുടെ ഏരിയ ആണ്. കല്ലു, പിന്റു, ബച്ചു, എല്ലാരും വേഗം വന്നേ. നമ്മുടെ സ്ഥലം കയ്യേറാൻ പുറത്തുനിന്ന് ആരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അവർക്ക് അങ്ങനെ വിട്ടുകൊടുക്കരുത്. വരൂ. എവിടെ ഓടിക്കോ, മര്യാദക്ക് ഓടിക്കോ. ഇത് ഞങ്ങളുടെ ഏരിയ ആണ്, പറഞ്ഞേക്കാം. ഞങ്ങൾ ഇതിന് അനുവദിക്കില്ല. നമ്മുടെ ജീവൻ അപകടത്തിലാണ്, ഓടിക്കോ. കൊള്ളാം, ഇവിടെ നല്ലൊരു ശാന്തതയുണ്ട്. ഈ മരത്തിൽ നമ്മൾ ആരും ശല്യം ചെയ്യാൻ വരില്ല. നീ പറഞ്ഞത് വളരെ ശരിയാ. വാ, നമുക്ക് ഈ മരത്തിൽ തന്നെ താമസിക്കാം. എത്രയും വലിയ പക്ഷികളോ? അപ്പൊ ഇവരുടെ മുട്ടകൾ എന്ത് വലുതായിരിക്കും. വെൽക്കം ടു ദിസ് ട്രീ. നിങ്ങൾക്ക് ഈ പ്രദേശത്തേക്ക് സ്വാഗതം. പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ എവിടെയാണ്? കൂടോ ഇല്ല എന്ന് വെച്ചാ ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയില്ല. വേഗം ഉണ്ടാക്കിയെടുക്ക്, എന്നിട്ട് മുട്ടയിട്ട് നിറയ്ക്കേ. എനിക്ക് നിങ്ങളുടെ കുട്ടികളുമായി കളിക്കണം. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. എന്തെങ്കിലും ചെയ്യേ, ഇവന്റെ ഉദ്ദേശം നല്ലതല്ല.
ഞങ്ങളുടെ കൂടെ ഈ മരത്തിലല്ല, ദേ ആ കാണുന്ന മരത്തിലാ. ഇപ്പൊ അതിൽ 2 മുട്ട മാത്രമേ ഉള്ളൂ, കുട്ടികളായിട്ടില്ല. മുട്ടയുണ്ടെന്നോ? മുട്ടയുണ്ടെന്നോ? കൊള്ളാൻ പറ്റലു, നല്ലൊരു ഗെയിം തന്നെയാ നീ കളിച്ചത്. ഇനി നമ്മൾ ഇവിടെ ആരും ശല്യപ്പെടുത്തില്ല. ഇവിടുന്ന് പോ, ഇത് എന്റെ സ്ഥലമാണ്. ഇത് എന്റെ മരമാ. ഇവര് രണ്ടുപേരും ആരാണ്? ഇവിടുന്നാണ് വന്നത്. ഇവിടെ ഞങ്ങൾക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പളാ ഓടിക്കുവന്മാരെ. രക്ഷിക്കണേ! ചിക്കൻ സാറേ, രക്ഷിക്കണേ! രക്ഷിക്കണേ! മോട്ടു ചിങ്കം സാറിന് ഇവിടെ വരാൻ കഴിയില്ല. നമ്മൾ സ്വയം രക്ഷപ്പെട്ടേ പറ്റൂ. ഇവരുടെ കൊത്തിന് എന്തൊരു ശക്തിയാ. ഇവിടെ വണ്ടിയുടെ ഹോണുമില്ല, റോഡിലെ തിരക്കുമില്ല. ഡോക്ടർ ജഡ്ക നമുക്ക് പുതിയ ജീവിത തന്നിരിക്കുന്നതല്ലേ. നീയൊക്കെ ഏതാടാ? ഈ ആകാശം ഞങ്ങളെയാ, കേട്ടോടാ. നിന്റെ ഈ ചുറ്റും കാണുന്ന ആകാശം മുഴുവനും ഉണ്ടല്ലോ, മുഴുവൻ ഞങ്ങളുടേതാ. നീ ഇവിടുന്ന് പോയിക്കോ, പോയിക്കോ. അതെ, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. സമാധാനത്തോടെ മരത്തിൽ ഇരിക്കാനും സമ്മതിക്കില്ല, ഇപ്പൊ ആകാശത്തോടെ പറക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. ഞങ്ങൾ എങ്ങോട്ടും പോകില്ല. നിനക്ക് പറ്റുന്നതൊക്കെ ചെയ്തോ. ഈ ആകാശം ഇവിടെ ആർക്കും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഓഹോ, എന്നാ ഇപ്പൊ മനസ്സിലാക്കി തരാം ഈ ആകാശം ആരുടെയാന്ന്. ഇന്നാ പിടി, പിടിടാ ഇന്നാ. എന്റെ അമ്മച്ചി! ഇപ്പൊ മനസ്സിലായോ ആകാശം ആരുടെയാന്ന്? ചേട്ടാ, മനസ്സിലായി ചേട്ടാ, മനസ്സിലായി. വേണ്ട, സോറി. നിന്നെ ഒന്ന് മേലെ ഇവിടെ കണ്ടുപോയേക്കല്ലേ, കേട്ടോടാ. വരൂ മക്കളെ, ഒരു അടിപൊളി ട്രിപ്പ് പോകാം. നമ്മള് സമാധാനം അന്വേഷിച്ചിറങ്ങിയതല്ലേ, പക്ഷെ ഇപ്പൊ നമ്മള് എയർ ടാക്സിയിലെ ഓടിച്ചോണ്ടിരിക്കുന്നത്, അത് ഫ്രീ ആയിട്ട്. മോട്ടോ മിണ്ടാതെ പറന്നോണ്ടിരിക്കേ. ഇവരൊക്കെ ആരാണ്? ഏലിയൻ ആണെന്ന് തോന്നുന്നു. Zulu data coming. Zulu data coming. Aliens are coming to attack. I repeat, aliens are coming to attack. Aliens ആക്രമിക്കാൻ വരുന്നു. Fire! Fire! എന്റെ പത്തിലോ, ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? താഴെ ഭൂമിയിൽ എന്തൊരു സമാധാനായിരുന്നു. ഇവിടെ മര്യാദക്കൊന്നും നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എന്റെ പത്തിലോ, അങ്ങോട്ട് നോക്ക്, മിസൈല്. അതുകൊണ്ട് ഇവിടുന്ന് വേഗം വിട്ടോ. രക്ഷിക്കണേ, രക്ഷിക്കണേ. പത്തിലോ, അത് പുറകെ തന്നെ ഉണ്ടല്ലോ. മൊത്തം പ്രശ്നങ്ങളാണ്. ഒന്നില്ലെങ്കിൽ പക്ഷികൾ പുറകെ വരും, അല്ലെങ്കിൽ മിസൈല്. മോട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. മിസൈലിന്റെ മോളിൽ കയറിയിരുന്ന് ജഡ്ക സാറിന് ഫോൺ ചെയ്യാം. ഹലോ ഡോക്ടർ ജഡ്ക, ഞങ്ങൾ പ്രശ്നത്തിലാണ്. ഒരു മിസൈല് പുറകെ വന്നോണ്ടിരിക്കുക. ഓ ചങ്ക, ഈ മിസൈൽ നിങ്ങളുടെ പുറകെ എങ്ങനെയാ വന്നത്?
അതൊരു വലിയ കഥയാ. തൽക്കാലം നിങ്ങൾ ഇത് പറ, ഈ മിസൈലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുകയെന്ന്. നിങ്ങൾ ഏതെങ്കിലും പർവ്വതത്തിന്റെ നേരെ പോ. പെട്ടെന്ന് മുകളിലേക്ക് താഴേക്ക് ചെന്ന് മാറണം. മിസൈൽ എപ്പം പർവ്വതത്തിൽ ചെന്നിടിച്ച് പൊട്ടിത്തെറിച്ചോളും. പിന്നെ നിങ്ങൾക്ക് താഴേക്ക് വരാനും സാധിക്കും. വഴിയേട്ടാ, ഞങ്ങൾക്ക് താഴോട്ട് വരാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾ ഇത് എവിടെ പോവാ? ഈ മിസൈൽ എങ്ങോട്ടാ പോകുന്നത്? അങ്ങോട്ട് രക്ഷിക്കണേ. ഒരു നല്ല മനുഷ്യന്റെ കടമയാണ് സുഹൃത്തുക്കളെ സഹായിക്കുക എന്നുള്ളത്. ഒരു നല്ല സുഹൃത്തെന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും തന്റെ സുഹൃത്തുക്കളെ സഹായിക്കുന്നവനായിരിക്കും. തന്റെ എല്ലാ സന്തോഷങ്ങളും കൂട്ടുകാരന് വേണ്ടി മാറ്റിവെക്കാൻ അവൻ തയ്യാറാണ്. പത്തുലു എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുമല്ലേ. അവന്റെ സന്തോഷം മുഴുവൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും അവൻ. പത്തുലു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഇന്ന് തൊട്ട് ഞാനും അവന്റെ നല്ലൊരു കൂട്ടുകാരനായിരിക്കും. ഇന്ന് വരെ ഞാൻ അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് മുതൽ എന്റെ എല്ലാ സഹായങ്ങളും എന്റെ കൂട്ടുകാരൻ പത്ലുവിന് വേണ്ടി മാത്രമായിരിക്കും. പത്ലു, നീ മാറി നിൽക്ക്. ഇന്നത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കാം. നീ ചെന്ന് വിശ്രമിക്ക്, TV കാണൂ, കിടന്നുറങ്ങൂ. ചെല്ല്. എന്താ കാര്യം? നിനക്ക് എന്താ ആവശ്യം? പെട്ടെന്ന് പറ. എന്താ നീ എന്നെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിപ്പോ വരുന്നത്? ഒരു നല്ല മനുഷ്യന്റെ കടമയാണ് ഒരു പ്രിയ സുഹൃത്തിനെ സഹായിക്കുക എന്നത്. വെറുതെ നുണ പറയാതെ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ വേഗം പറ, ഞാൻ നിനക്ക് തന്നേക്കാം. നീ എന്തെങ്കിലും കാര്യം വേണോന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നോ ഇല്ല എന്റെ തല്ല് മേടിക്കുന്നോ? പറഞ്ഞതല്ലേ ഞാൻ ചെയ്യാവുന്ന. എന്താന്ന് വെച്ചാ ചെയ്യ്. നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നെങ്കിൽ ഞാൻ ഇത് ചെയ്തോട്ടെ. വേണ്ട വേണ്ട. ആദ്യം കഴിക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇനി നിനക്ക് വേണ്ടിയുള്ള ആഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി തരും. കഴിക്ക് കഴിക്ക്. എന്താ നിർത്തിക്കളഞ്ഞത്? ക്ഷണത്തിന് രുചിയില്ലെങ്കിൽ പറയണം, നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. ഇവൻ അതുണ്ടാക്കിയ വീണ്ടും തിന്നേണ്ടി വരും. വേണ്ട വേണ്ട, ഒരിക്കലും വേണ്ട. പത്ലു, നിനക്കെന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടു അല്ലേ? ഇത് കാണുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ ചെന്ന് മറ്റുള്ള കൂട്ടുകാരെയും സഹായിച്ചിട്ട് വരാം. നീ ഇരുന്ന് കഴിക്ക് കേട്ടോ. ഓടിക്കോളെ. ബോസ് ബോസ്, പണപ്പെട്ടി താഴെ വീണു. പുറകെ പോയി എടുത്താലോ? ഉപ്പില്ലാത്ത കഞ്ഞിയില്ല, ചിറകില്ലാത്ത പക്ഷിയുമില്ല. തിരിച്ചു ചെന്നാലുണ്ടല്ലോ ആ ചിങ്കം നമ്മളെ പിടിക്കില്ലേ. പിന്നെ നമുക്ക് മോഷ്ടിച്ചിട്ടെങ്കിലും ഓടാൻ പറ്റില്ലല്ലോ. കൊള്ളാം ബോസ്, കൊള്ളാം. ഇത് നല്ല കവിതയാ. അതേ സുഹൃത്തെ, നിൽക്കൂ. നിങ്ങളുടെ ബാഗ്. മോട്ടു, അവിടെ തന്നെ നിൽക്ക്. മോട്ടു നിന്നോടാ പറഞ്ഞത്, ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സാറേ, നിങ്ങൾ ഇവിടെ നിൽക്ക്. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ബാഗ് കൊടുക്കാൻ വേണ്ടിട്ടാ. യെസ് പ്ലീസ് ഗോ. എന്റെ സുഹൃത്തെ, ഒന്ന് നിൽക്കൂ. ഇതാ നിങ്ങളുടെ ബാഗ്. എനിക്ക് അവിടുന്ന് കിട്ടിയതാ. ഓ താങ്ക് യു സാറേ, താങ്ക് യു. നിങ്ങളൊരു വളരെ നല്ല മനുഷ്യനാണ്. ഇനിയും ഇതുപോലെ പാവപ്പെട്ടവരൊക്കെ സഹായിക്കണം കേട്ടോ. ഓ താങ്ക് യു, താങ്ക് യു. താൻ എന്ത് പണിയാണോ ഈ കാണിച്ചത്? എന്റെ സാറേ, നിങ്ങൾ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് ഒരു നല്ല മനുഷ്യന്റെ കടമയാണ്. ഒരു നല്ല മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും. മോട്ടു, അവിടെ നിൽക്ക്. മോട്ടു, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. മോട്ടൂന് ഇങ്ങനെ നല്ല മനുഷ്യനാകാനുള്ള ചിന്ത എവിടെ നിന്നാണോ വന്നത്? ആ
ആർക്കറിയാം ഡോക്ടർ ജഡ്ക, ഇവനെ ഈ ഭ്രാന്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനാകും ഉറപ്പാ. അല്ല എന്റെ വലിയേട്ട, എന്തായി സംഭവിക്കുന്നത്? മോട്ടു, ഞാൻ ഈ പടച്ചട്ട ഒന്ന് ട്രൈ ചെയ്യുമായിരുന്നു. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആർമിക്ക് നടക്കുവാനും ഓടുവാനും ഒക്കെ കഴിയുമോന്നാ ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അറിയാമോ? മോട്ടു ആ റിമോട്ട് കൊടുക്ക്. അത് ഡോക്ടർ ജഡ്കന്റെ പണിയാണ്, നിന്റെ അല്ല. എന്റെ അത്തിപ്പോറ അമ്മച്ചിയെ, മോട്ടു ഇതിനെ ഒന്ന് തടയാ. ഇപ്പൊ നിർത്തി തരാം വലിയേട്ടാ. നിർത്ത മോട്ടു, നിർത്ത. മോട്ടു എന്റെ ചങ്ങ, അതൊന്ന് നിർത്ത്. ഇങ്ങനെയൊന്നും ചെയ്യരുത്. എന്റെ ഈ ചെറിയ ശരീരം കൊണ്ട് ഇത്ര വലിയ പണിയൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല മോട്ടു. താ ഇങ്ങോട്ട് താ. ഇല്ല, ഞാൻ ഡോക്ടർ ജഡ്കയെ സഹായിച്ചേ അടങ്ങും. കണ്ടില്ലേ പത്ലു, എനിക്ക് ഇതും അറിയാം ഇവനെ എങ്ങനെയൊക്കെ പറപ്പിക്കണമെന്ന്. ഇത് ഡോക്ടർ ജഡ്ക കേട്ട ഒരുപാട് സന്തോഷിക്കും. ഞാൻ ചെന്ന് മറ്റുള്ള കൂട്ടുകാരെയും സഹായിച്ചിട്ട് വരാം. ചായക്കട ചേട്ടാ, ഇന്നേ നിങ്ങളെ സമൂസ ഉണ്ടാക്കാൻ ഞാൻ സഹായിക്കാം. എന്തേ ഇന്ന് സമോസ തിന്നാനുള്ള മൂഡ് നിനക്കില്ലേ? അതും കഴിക്കും, പക്ഷെ അതിനു മുൻപ് ഞാൻ നിങ്ങളെ സഹായിക്കും. ഇങ്ങോട്ട് താ, ആ തവി ഇങ്ങോട്ട് താ. ഇങ്ങോട്ട് തായത് ഓമോട്ടു, നിന്നെ കൊണ്ട് ഞാൻ സമോസ ഉണ്ടാക്കിയില്ല. വാ നോക്ക്. മനസ്സിലാക്കൂ ചേട്ടാ, എന്നെ സഹായിക്കാൻ അനുവദിക്കൂ. മറ്റുള്ളവരെ സഹായിക്കൂ എന്നത് ഒരു നല്ല മനുഷ്യന്റെ കടമയാണ്. നീ അതും നല്ല മനുഷ്യനോ? എന്റെ സമോസ മുഴുവൻ പറ്റടിച്ച് തിന്നു തീർത്ത് ഇപ്പൊ സഹായിക്കാൻ വരുന്നു. മോട്ടു, നിനക്കിന്ന് എന്താ പറ്റിയേ? മോട്ടു, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇന്ന് നിന്നെ ജയിലിനകത്തിട്ടതിന്റെ ബാക്കി കാര്യം. മോട്ടു, സ്റ്റോപ്പ് സ്റ്റോപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. ചിങ്കം സാർ നിക്ക്, ഞാൻ ആദ്യം ഇയാളെ സഹായിച്ചിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാം. എന്റെ അമ്മോ, ഒരു മനുഷ്യനെ നീ ഇങ്ങനെയാണോ സഹായിക്കുക? എന്റെ അമ്മോ, മമ്മി, ഡാഡി, വേണ്ട വേണ്ട. എന്റെ അമ്മച്ചി, എന്റെ അമ്മോ, മമ്മി, ഡാഡി. അല്ല ചിങ്കം സാറ്, നിങ്ങളുടെ ചീനിച്ചട്ടിയും കൊണ്ടാണല്ലോ പോയത്. ഇനിയിപ്പൊ ഞാൻ എങ്ങനെയാ നിങ്ങളെ സഹായിക്കുക? എന്റെ പൊന്നെ, നിന്റെ സഹായം ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. ഇന്നാ ഈ സമോസ മുഴുവൻ നീ എടുത്തോ, അത് ഫ്രീ ആയിട്ട്. പൊളിച്ചേ. കണ്ടില്ലേ, ഇതാണ് നല്ല മനുഷ്യന്റെ അടയാളം. എനിക്ക് തോന്നി ഇതിലാ വിഷയമെന്ന്. ഒന്നുകൂടെ സ്റ്റാർട്ടാക്കി നോക്കാം. മോട്ടോന്റെ കാറൊന്ന് കേടായി പോയി, നീ ഒന്ന് തള്ളിത്തരാമോ? പിന്നല്ലാതെ, കൂട്ടുകാരെ സഹായിക്കുക എന്നത് ഒരു നല്ല മനുഷ്യന്റെ കടമയല്ലേ. ഞാൻ ഇപ്പൊ സമൂസകൾ കഴിച്ച് വന്നതേ ഉള്ളൂ. എന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് കയറി ഇരുന്നോളൂ. ഓ താങ്ക് യു. കമോൺ, ആഞ്ഞു തള്ളങ്ങോട്ട്. എന്താ നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? എന്നാ ഇന്ന് പിടിച്ചോ. മോട്ടോ, തിരിച്ചു വന്നിട്ട് ഞാൻ കാണിച്ചു തരാടാ. രക്ഷിക്കണേ.
ഇന്ന് എന്റെ ഭാഗ്യ ദിവസമാണെന്നാ തോന്നുന്നു. എല്ലാ കൂട്ടുകാരും ഒന്നിച്ചല്ലേ വരുന്നത്. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് സഹായിക്കാം. പറയൂ, എന്താണ് ചെയ്യേണ്ടത്? മോട്ടു എന്റെ ചങ്കേ, എന്റെ ബ്രോ, നീ ഞങ്ങൾക്ക് ഒരേ ഒരു സഹായം ചെയ്താ മതി. ഇനി മേല ഞങ്ങളെ ആരെ നീ സഹായിക്കാൻ വരണ്ട. അല്ലല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ആര് സഹായിക്കും? എന്നാ പിന്നെ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. നിന്റെ സഹായത്തിനുള്ള സമ്മാനം വേണ്ടേ? സമ്മാനോ? പൊളിച്ചേ, വേഗം തരൂ, വേഗം തരൂ. എന്നാ പിടിച്ചോ. പിടിക്കേ. അവനെ വിടരുത്. അല്ല, ഇതെന്ത് സമ്മാനമാ? ആരെങ്കിലും രക്ഷിക്കൂ. ചിങ്കം സാറേ, എന്നെ രക്ഷിക്കണേ. ഇന്ന് ഞാൻ വിടില്ല മോട്ടു, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്നാ പിടിച്ചോ, എല്ലാരും ചെവി പൊത്തിക്കോളൂ. രക്ഷിക്കണേ. എന്റെ അമ്മോ, ഓടിക്കോ.